മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് മനസ്സറിഞ്ഞ് മല്ലിക. ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ ബെയ്റ്റ് ഹോംസ് ഫോർ പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാൻ, പവേർഡ് ബൈ ഹാർവിയോര. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം 50 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മൈൽസ്റ്റോൺ മേക്കേഴ്സുമായിട്ട് 50 ഇയറിന്റെ ഒരു സെലിബ്രേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ മല്ലിക ആന്റി. അതുകൊണ്ട് ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ നമ്മളിപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ എത്താൻ പോവാണേ. വരട്ടെ. മലയാള സിനിമയ്ക്ക് മനസ്സറിഞ്ഞ് സംഭാവനകൾ ചെയ്ത മലയാളികളുടെ പ്രിയങ്കരി മല്ലിക സുകുമാരന്റെ പ്രൗഢഗംഭീരമായ 50 വർഷങ്ങൾ. അനിതരസാധാരണമായ അഭിനയ ശൈലിയിൽ അഭിനയമെന്നു പോലും പറയിപ്പിക്കാത്ത കലർപ്പില്ലാത്ത ഭാവഭേദങ്ങൾ. അന്നു മുതൽ ഇന്ന് വരെയും നമുക്കൊപ്പവും സിനിമയ്ക്കൊപ്പവും സഞ്ചരിക്കുന്ന മല്ലിക സുകുമാരൻ ടെലിവിഷൻ കാഴ്ചകൾക്ക് വിസ്മയത്തിന്റെ പൊൻതൂവലേക്ക്. പരാതിയും പരിഭവവും പലകുറി പറയുന്ന നടിയായി, അമ്മയായും അമ്മായിയമ്മയായും ബിഗ് സ്ക്രീനിൽ മിന്നിത്തിളങ്ങി മല്ലിക സുകുമാരൻ. സുകുമാരൻ എന്ന അതുല്യ നടന്റെ സഹധർമ്മിണി എന്ന ലേബലിൽ നിന്നും മല്ലിക സുകുമാരനെ അനിർവചനീയമായ സൗകുമാര്യമാണ് സമ്മാനിക്കുന്നത്. ഇന്ന് കാണുന്ന ബോൾഡ് സ്ത്രീ പരിവേഷം അന്നേ നൽകി വെച്ചതാണ് മല്ലിക സുകുമാരനെ. യെസ്, ഷീസ് ബോൾഡ്, ഷീസ് പവർഫുൾ. മലയാളം ബിഗ് സ്ക്രീനിൽ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്തും മല്ലിക സുകുമാരന്റെ സ്വകാര്യ അഹങ്കാരമാവുമ്പോൾ മലയാളികൾക്ക് മല്ലിക മനം പോലെ പ്രിയപ്പെട്ടത്. എന്നും നമ്മുടെ ഒരു കുടുംബം തന്നെയാണ് മല്ലിക സുകുമാരൻ. 50 വർഷങ്ങൾ മലയാള സിനിമയിൽ പൂർത്തിയിരിക്കുന്ന മല്ലിക സുകുമാരന് ഇത് അഭിമാന നിമിഷം. സോഷ്യൽ മീഡിയയിൽ എന്നും ട്രെൻഡിംഗ് ആയ മല്ലിക സുകുമാരൻ മൈൽസ്റ്റോൺ മേക്കേഴ്സിനൊപ്പം മല്ലിക സുകുമാരൻ പങ്കിട്ട സമയങ്ങൾ ഞങ്ങൾക്ക് ഏറെ ഹൃദ്യം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് മനസ്സറിഞ്ഞ് മല്ലിക. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മല്ലിക സുകുമാരൻ. വലിയ കൈയടി കൊടുക്കുന്നു. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയ ഒരു കാര്യം പറയാം. മല്ലിക ആന്റിയുടെ 50 വർഷത്തെ ചടങ്ങ് എന്ന് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ പൃഥ്വിയും ഇന്ദ്രജിത്തും എല്ലാവരും ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നു. പൃഥ്വി ഒരു ഇന്നോവ ഓട്ടിച്ച് നേരെ പോകുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നൊരു സംഭവമായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അന്നത്തെ ഇവന്റിന് വ്യവസായ മന്ത്രിയും ഭക്ഷ്യമന്ത്രി എത്തിയിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മല്ലിക ആന്റി എന്നാണ് അന്ന് പറഞ്ഞത്. ശരിക്കും ഫാസ്റ്റ് ഫുഡ് അങ്ങനെ കഴിക്കാറുണ്ടോ മല്ലിക ആന്റി? അത്ര ഇഷ്ടമാണോ? അദ്ദേഹം പറയാൻ കാര്യം അറിയാം, ഞാൻ ഈ ഹൈവേ കൂടെ ആണല്ലോ ഈ എറണാകുളം, ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും കാറിൽ പോകാറില്ല. അതുവരെ ഉള്ളൂ മാക്സിമം കാർ യാത്ര. അത് തന്നെ കൊറോണ വന്നപ്പോൾ അങ്ങ് നിർത്തി, പേടി. കാരണം വെച്ചാൽ പിന്നെയും ഈ പറഞ്ഞ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ എനിക്ക് പേടിയായി തുടങ്ങി. പിന്നെ കുറച്ച് ദൂരമൊക്കെ കാറിൽ അങ്ങനെ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരിക്കൽ ഇതുപോലെ ആറ്റിങ്ങലടുത്ത് കണ്ടായിരുന്നു ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ കുറച്ച് പോയപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങുകയോ എല്ലാവരും കൂടെ ഓടി വന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഈശ്വരാ, അയ്യോ ചേച്ചി വരണം, അമ്മ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി. ഞാൻ സത്യത്തിലൊരു ചൂട് ചായയോ കാപ്പിയോ വേണമെന്ന് മതി കയറിയതാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന മീൻ കറി കാണിക്കുന്നു, അച്ചാറ് കാണിക്കുന്നു, അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞു ഏതായാലും ശരി എന്തെങ്കിലും ഒന്ന് നിങ്ങളെ, പക്ഷേ എല്ലാം നീറ്റായിരിക്കുന്നു. ശരിക്കും അവരെ പെണ്ണുങ്ങൾ നല്ല വൃത്തിയായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എടുത്ത ഒരു ഫോട്ടോ ഫ്ലക്സ് ആറ്റിങ്ങൽ ജംഗ്ഷൻ. ഞാൻ പറഞ്ഞു, ഈശ്വര, ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ ഫാസ്റ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ കൊറോണ വന്ന കാലത്തൊക്കെ ഞാൻ അത് വെളുപ്പിനെ തിരിക്കുമ്പം ഇതെവിടെ ഇറങ്ങണം, നമുക്ക് വേണ്ടപ്പെട്ട പരിചയമുള്ള ആൾക്കാരുടെ സ്ഥലത്ത് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഹരിപ്പാടൊരു ഹോട്ടലുണ്ട്, സൗഗന്ധിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ MD എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, ഞാൻ വരുമ്പം എനിക്ക് കോമൺ ടോയ്ലറ്റ് അല്ലാതെ ഒരു ടോയ്ലറ്റ് കിട്ടിയാൽ കൊള്ളാം, അതേ ഉള്ളൂ എൻ്റെ ഒരു മിനിമം ആവശ്യം എവിടെ പോയാലും. അപ്പോൾ അയ്യോ അതിനെന്താ ചേച്ചി വന്നാട്ടെ കൊള്ളാം. അത് ഒരു കുടുംബം പോലെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ വരുന്നവർക്കും കാപ്പി കുടിക്കാനൊരു സ്ഥലം, ഒരു പ്രത്യേക ബാത്റൂമൊക്കെ റെഡിയാക്കി, ഭയങ്കര സാനിറ്റൈസറും അതും ഇതൊക്കെ റെഡി. ഞാൻ ചെന്നിട്ട് അതിൻ്റെ താക്കോലിട്ട് തുറക്കത്ത് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ സൗകര്യം ചെയ്തു തന്ന 2 ഹോട്ടലുണ്ട് എനിക്ക്. ഒന്ന് ഇതും, ഒന്ന് ആലപ്പുഴ. പിസ്സ, ബർഗർ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം? അങ്ങനത്തെ അതല്ല. ഞാൻ ഈ സൈഡിലൊക്കെ നിർത്തിയാലും ഞാനിതുപോലെ ദോശയും ചമ്മന്തി. എനിക്ക് ഏറ്റവും ഇഷ്ടം രാത്രിയിൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നവർക്കെല്ലാം ഇച്ചിരി മീനിൻ്റെ മണമെങ്കിലും വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. പക്ഷേ ഞാൻ രാത്രി നോൺ വെജ് എനിക്ക് അത്ര പറ്റത്തില്ല. എനിക്ക് എൻ്റെ അമ്മ പണ്ടുണ്ടാക്കുമായിരുന്നു. സാധാരണ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂടാതെ ഈ മുളക് വറുത്തിട്ട് ചുട്ടെടുക്കും. ചുട്ടിട്ട് ചെറിയ ഉള്ളിയൊക്കെ കൂടെ, അതൊക്കെ നിങ്ങൾക്കൊന്നും അറിഞ്ഞേ കൂടാ, ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. മറ്റൊരു മുളക് എല്ലാം കൂടെ ഒന്ന് ചുട്ടെടുത്തിട്ട് ഒരു കമ്പി കോർത്ത് ചുട്ടെടുത്ത് നല്ല ഭംഗിയായിട്ട്, ഇവിടെ ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, കുറച്ച് പ്രായമായവർക്കൊക്കെ. അല്ലേ അമ്മ, അറിഞ്ഞൂടെ ആർക്കെങ്കിലും? കണ്ട. അപ്പോൾ അതിങ്ങനെ നല്ലതുപോലെ അരച്ചിട്ടിരിച്ച് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കും. എന്നാ ടേസ്റ്റ് ആ ചൂട് ദോശ. അതുകൂടെ
ഈശ്വര അതൊക്കെ മതി. അല്ല ചേച്ചിയുടെ ഈ ഒരു ഭക്ഷണ ടേസ്റ്റ് ആർക്കായിരിക്കും കൂടുതൽ കിട്ടിയത്? ഇന്ദ്രനാണോ പൃഥ്വിക്കാണോ? അല്ല, ചില കറികൾ രണ്ടുപേരും പറയും. കാരണം ഇപ്പം ഞാൻ പണ്ടേ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. കൊഞ്ച് വെച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും, കൊഞ്ച് തീയൽ. അതുപോലെ പിന്നീട് ഞാൻ സുഖേട്ടൻ്റെ കൂടെ നടന്നപ്പോൾ പഠിച്ച കുറച്ച് കറികളാണ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു മസാലപ്പൊടിയില്ല, ഒരു ഗ്രീൻ ചില്ലി സോസും ക്യാപ്സിക്കവും മാത്രമേ ഉള്ളൂ അതിനകത്ത്, ഒന്നുമില്ല, ചിക്കൻ പീസ്. അപ്പോൾ അത് നല്ല രസം, നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കുറച്ച് കൊഴുത്ത അത് ചപ്പാത്തിക്കും കൊള്ളാം, അപ്പത്തിനും കൊള്ളാം, എല്ലാത്തിനും അത് വലിയ ഇഷ്ടമാണ്. പിന്നെ വെള്ള ചിക്കൻ സ്റ്റൂ വലിയ ഇഷ്ടമാണ്. ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് സുപ്രിയയും പൂർണ്ണിമയൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറയും എഴുതിയൊക്കെ വെച്ചു, പക്ഷേ കറക്കി തിരിച്ച് അവസാനം സാധനം മേശപ്പുറത്തിന് അമ്മ വെച്ച കറിയുടെ മണമല്ല എന്തൊക്കെ പറയാം. ചുമ്മാ പറയാമേ ഞങ്ങളെ വാരാൻ വേണ്ടി പറയാം എന്നൊക്കെ രണ്ടുപേരും പറയും. എന്നാലും ചേച്ചി ഏതെങ്കിലും ഇങ്ങനെ ഡയറ്റ് നോക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചേച്ചി? അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ശകലം ഒരു അസുഖമായിട്ട് കിടന്നത് ഞാൻ സ്വന്തമായിട്ടൊരു ഡയറ്റ് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ്. എന്തായിരുന്നു ചേച്ചി അത്രയ്ക്ക്? അല്ല, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അയ്യോ കുറയ്ക്കണം കേട്ടോ, അത് ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഉച്ചക്കലത്തെ ചോറൊക്കെ. അപ്പോൾ എനിക്ക് പണ്ടേ ഈ തൈര് വടയൊക്കെ ഇഷ്ടം. തൈര് സുഖോട്ടം പണ്ട് കളിയാക്കുമായിരുന്നു. ഞായറാഴ്ച സൈനിക സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു വലിയ ഹോട്ടലിൽ ലഞ്ചിന് ഒരു ഡേ ഔട്ട് പാസ് ഉണ്ട്, വൈകിട്ട് കൊണ്ട് വിട്ടാൽ മതി, പോവും. അപ്പോൾ അവിടെ ആണെങ്കിൽ അങ്ങനെ ബഫേ ലഞ്ചൊക്കെ ഇല്ല, അങ്ങനെ നിരത്തി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ തൈര് ഇവിടെ അത് തപ്പി നടക്കുമ്പോൾ അദ്ദേഹം പറയും എൻ്റെ അമ്മയ്ക്ക് വട്ടാടാ, തിന്നാലും തിന്നില്ലെങ്കിലും ഇത്ര രൂപ കൊടുക്കണം, അവൾ തൈര് സാധനം അന്വേഷിച്ച് പോരും, ഇതൊരു ശാല അവൾക്ക് വീട്ടിലുണ്ടാക്കി അങ്ങ് തിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ തൈര് വടയും തൈര് സാധനമൊക്കെ മദ്രാസിൽ ജീവിച്ചുകൊണ്ടായിരിക്കും വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞാൻ തന്നെ ഉച്ചയ്ക്ക് വലിയ സ്റ്റൈലിൽ ഒരു തൈര് വട, കുറച്ച് സലാഡ് ഒക്കെ ആയിട്ടൊരു ഡയറ്റൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിടുകിടാത്തൊരു പറയാൻ ഇതായി തളർച്ച തോന്നിയതാണോ ആൻറ്റി? തളർച്ചയല്ല, ഒരു ചെറിയ. അപ്പം പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണാം പനി. പനിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് ട്രിവാൻഡ്രത്തെ ഒരു ഹോസ്പിറ്റൽ. അപ്പം ദൈവം സഹായിച്ച് എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാധീനം എന്ന് പറഞ്ഞത് എൻ്റെ ചേട്ടൻ ഡോക്ടർ എം വി പിള്ള. അപ്പം അദ്ദേഹം വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതെന്താ എല്ലാം നോക്കിയതാണല്ലോ കഴിഞ്ഞ ആഴ്ച, എല്ലാം നോർമൽ, എല്ലാം കാർഡിയോളജി ഇതെല്ലാം സകലതും നോക്കി, ഒരു അസസ്മെൻറ്റ് വരെ എല്ലാം നോക്കി, ഒരു കുഴപ്പമില്ല, എങ്ങനെ എന്താ പനി വരാൻ കാര്യം എന്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ അറിയുന്നത് പനി വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം എൻ്റെ കാലിൽ കുറേ ദൂരം യാത്ര, അത് പണ്ടുമുണ്ട്. എനിക്കൊരു അച്ഛനൊക്കെ ഉള്ള കാലത്ത് എനിക്കൊരു ഫൈലേറിയാസിസ് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി 20-25 വർഷം കൊണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു 6 മണിക്കൂർ കാറിൽ പോകുമ്പോൾ ഒരു ശകലം നീരൊക്കെ കണ്ടാൽ ഞാൻ നമ്മുടെ നാടൻ രീതി കുഴമ്പൊക്കെ പുരട്ടിയിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിനൊരു ചെറിയ റെഡിഷ് കളർ പോലെ കണ്ടു. അപ്പോൾ ചേട്ടനത് കണ്ടുപിടിച്ച് അപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ കാണാം കുറച്ച് നമ്മൾ ഈ ക്രിയാറ്റിനും എന്നൊക്കെ പറയുന്ന റീഡിങ്സിന് കുറച്ച് വേരിയേഷൻ സാധ്യതയിലും. അപ്പോൾ ചേട്ടൻ ഇത് കളിക്കരുത്, നിനക്ക് അത്യാവശ്യം കുറച്ച് ഡയബറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കൺട്രോൾഡാണ്, ഓക്കെ ദാറ്റ്സ് ഗുഡ്, പക്ഷേ ഇത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ എറണാകുളത്ത് വന്ന് ഞങ്ങൾ കാണിച്ചായിരുന്നു. അങ്ങനെ കാണിച്ച് അതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ടെസ്റ്റും കാര്യങ്ങളും. പിന്നെ പോരാകെ എൻ്റെ ചേട്ടനല്ലേ, ഇവള് 68 വയസ്സ് വരെ ഞാൻ ആശുപത്രിയുടെ വരാന്തയെ പോലും കയറിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. സകല ടെസ്റ്റും നോക്കാൻ പറയും. അങ്ങനെ ഇനി ഒരു ടെസ്റ്റ് എനിക്ക് നോക്കണമെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ നിലവിലുള്ള എല്ലാ ടെസ്റ്റും ഓക്കെ.